എല്ലാവർക്കും PSC നോളജ് 2.0 സ്വാഗതം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 1. കേരളത്തിൽ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ. കേരളത്തിൽ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ. ഓപ്ഷൻ എ തൃശൂർ പാലക്കാട്, ഓപ്ഷൻ ബി മലപ്പുറം പാലക്കാട്, ഓപ്ഷൻ സി തൃശൂർ മലപ്പുറം, ഓപ്ഷൻ ഡി പാലക്കാട് എറണാകുളം. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണ്, തൃശൂരും മലപ്പുറത്തുമാണ്. അപ്പൊ കേരളത്തിൽ കോൾനിലങ്ങൾ കാണപ്പെടുന്ന ജില്ലകൾ തൃശൂർ, മലപ്പുറം. അടുത്ത ക്വസ്റ്റ്യൻ, കിടങ്ങനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം. കിടങ്ങനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ എ കൽപ്പറ്റ, ഓപ്ഷൻ ബി സുൽത്താൻ ബത്തേരി, ഓപ്ഷൻ സി അമ്പലവയൽ, ഓപ്ഷൻ ഡി ചുണ്ടേൽ. ഏതാണ് കിടങ്ങനാട് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ ബി സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയാണ് കിടങ്ങനാട് എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നദികളും അവയുടെ അപരനാമങ്ങളിലും ശരിയായവ. നദികളും അവയുടെ അപരനാമങ്ങളിലും ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1. തലയാർ, പെരിയാർ. 2. മഞ്ഞനദി, കുറ്റ്യാടിപ്പുഴ. 3. ബാരീസ്, പമ്പ. 4. പയസ്സിനി, ചന്ദ്രഗിരിപ്പുഴ. ഓപ്ഷൻ എ 1, 2, 3, 4. ഓപ്ഷൻ ബി 2, 3. ഓപ്ഷൻ സി 3, 4. ഓപ്ഷൻ ഡി 2, 3, 4. ഇവയിൽ ശരിയായവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2, 3, 4 എന്നിവ ശരിയാണ്. തലയാർ എന്ന് പറയുന്നത് പെരിയാറിനെ അല്ല, തലയാർ എന്ന് പറയുന്നത് പാമ്പാറിനെയാണ്. മഞ്ഞനദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. മഞ്ഞനദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ്. ബാരീസ് എന്നാണ് പമ്പ അറിയപ്പെടുന്നത്. ബാരീസ്, പമ്പ. ചന്ദ്രഗിരിപ്പുഴയാണ് പയസ്സിനി എന്നറിയപ്പെടുന്നത്. അപ്പൊ പയസ്സിനി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴയാണ്. അപ്പൊ തലയാറ് പാമ്പാറാണ്, മഞ്ഞനദി കുറ്റ്യാടിപ്പുഴയാണ്, ബാരീസ് പമ്പയാണ്, പയസ്സിനിപ്പുഴ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരിപ്പുഴയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഓപ്ഷൻ എ പെരിയാർ, ഓപ്ഷൻ ബി ഭാരതപ്പുഴ, ഓപ്ഷൻ സി പമ്പ, ഓപ്ഷൻ ഡി ചാലിയാർ. ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ആൻസർ ഓപ്ഷൻ എ പെരിയാർ. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറ്. അടുത്ത ക്വസ്റ്റ്യൻ, പറമ്പിക്കുളം വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത്. അപ്പം തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം 1975 ആണ്. 2. ഇന്ത്യയിലെ 39ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം. 3. ആസ്ഥാനം തൂണക്കടവാണ്. 4. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 3, 4 എന്നിവ, ഓപ്ഷൻ ഡി 1, 2 എന്നിവ. ഇതിൽ തെറ്റായ പ്രസ്താവനയെ പറയേണ്ടത്. പറമ്പിക്കുളം വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് 1, 2 എന്നീ പ്രസ്താവന തെറ്റാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം എന്നാണ്? 1973. അപ്പൊ ഇവിടെ 75 എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ്. 73 പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ഇന്ത്യയിലെ 39ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതും തെറ്റാണ്. ഇന്ത്യയിലെ 38ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. അപ്പൊ പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് 1973. ഇന്ത്യയിലെ 38ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. അപ്പൊ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനെ 38ാമത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമായി പ്രഖ്യാപിച്ച വർഷം എന്നു വെച്ചാൽ 2010. ഇനി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? തൂണക്കടവാണ്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളമാണ്. തമിഴ്നാട്ടിലൂടെ മാത്രമേ പ്രവേശന കവാടമുള്ള വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. അടുത്ത ക്വസ്റ്റ്യൻ, പന്നിമുക്കൻ തവള കാണപ്പെടുന്ന വന്യജീവി സങ്കേതം. പന്നിമുക്കൻ തവള കാണപ്പെടുന്ന വന്യജീവി സങ്കേതം. ഓപ്ഷൻ എ ചിന്നാറ്, ഓപ്ഷൻ ബി കക്കയം, ഓപ്ഷൻ സി കരിമ്പുഴ, ഓപ്ഷൻ ഡി മംഗളവനം. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കരിമ്പുഴയാണ്. അപ്പൊ പന്നിമുക്കൻ തവള കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കരിമ്പുഴയാണ്. കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. കരിമ്പുഴ വന്യജീവി സങ്കേതം മലപ്പുറത്താണ്. അപ്പൊ കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതം കരിമ്പുഴയാണ്. ഈ കരിമ്പുഴ മലപ്പുറം ജില്ലയിലാണ്. ഈ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലാണ് പന്നിമുക്കൻ തവളയെ കാണപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈജയന്തി, ഗീതിക, ശാരിക എന്നിവ എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങളാണ്? വൈജയന്തി, ഗീതിക, ശാരിക എന്നിവ എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങളാണ്?
ഓപ്ഷൻ എ എള്ള്, ഓപ്ഷൻ ബി വഴുതനങ്ങ, ഓപ്ഷൻ സി നെല്ല്, ഓപ്ഷൻ ഡി പയറ്. ആൻസർ ഓപ്ഷൻ ഡി പയറ്. പയറിന്റെ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങളാണ് വൈജയന്തി, ഗീതിക, ശാരിക. അപ്പൊ പയറിന്റെ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങളാണ് വൈജയന്തി, ഗീതിക, ശാരിക. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഗവൺമെന്റ് ആദ്യമായി IT നയം പ്രഖ്യാപിച്ച വർഷം. കേരള ഗവൺമെന്റ് ആദ്യമായി IT നയം പ്രഖ്യാപിച്ച വർഷം. ഓപ്ഷൻ എ 1997, ഓപ്ഷൻ ബി 1998, ഓപ്ഷൻ സി 1999, ഓപ്ഷൻ ഡി 2000. ആൻസർ ഓപ്ഷൻ ബി 1998. അപ്പം കേരള ഗവൺമെന്റ് ആദ്യമായി IT നയം പ്രഖ്യാപിച്ച വർഷം എന്നാണ് 1998. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സിംഹപ്രസവം, സൗന്ദര്യലഹരി, മണിമാല എന്നിവ ഏത് നവോത്ഥാന നായകന്റെ കൃതികളാണ്? ഒരു സിംഹപ്രസവം, സൗന്ദര്യലഹരി, മണിമാല എന്നിവ ഏത് നവോത്ഥാന നായകന്റെ കൃതികളാണ്? ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ സി VT ഭട്ടതിരിപ്പാട്, ഓപ്ഷൻ ഡി സഹോദരൻ അയ്യപ്പൻ. ആരുടെയാണ്? ആൻസർ ഓപ്ഷൻ എ കുമാരനാശാൻ. അപ്പോൾ ഒരു സിംഹപ്രസവം, സൗന്ദര്യലഹരി, മണിമാല എന്നിവ കുമാരനാശാന്റെ കൃതികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൂത്താളി സമരം നടന്ന ജില്ല. കൂത്താളി സമരം നടന്ന ജില്ല. ഓപ്ഷൻ എ കണ്ണൂര്, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി എറണാകുളം. ആൻസർ ഓപ്ഷൻ ബി കോഴിക്കോട്. അപ്പൊ കൂത്താളി സമരം നടന്ന ജില്ല ഏതാണ്? കോഴിക്കോട്. കോഴിക്കോടാണ് കൂത്താളി സമരം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയ്യാറ്റിൻകര വെടിവെപ്പിൽ രക്തസാക്ഷിയായ പ്രമുഖ വ്യക്തി. നെയ്യാറ്റിൻകര വെടിവെപ്പിൽ രക്തസാക്ഷിയായ പ്രമുഖ വ്യക്തി. ഓപ്ഷൻ എ NK പത്മനാഭപിള്ള, ഓപ്ഷൻ ബി ഗോവിന്ദപ്പണിക്കർ, ഓപ്ഷൻ സി V കൃഷ്ണപിള്ള, ഓപ്ഷൻ ഡി വീരരാഘവൻ. ആൻസർ ഓപ്ഷൻ ഡി വീരരാഘവൻ. നെയ്യാറ്റിൻകര വെടിവെപ്പിൽ രക്തസാക്ഷിയായ പ്രമുഖ വ്യക്തിയാരെന്ന് ചോദിച്ചാൽ വീരരാഘവനാണ്. നെയ്യാറ്റിൻകര വെടിവെപ്പിൽ രക്തസാക്ഷിയായ പ്രമുഖ വ്യക്തി വീരരാഘവൻ. അടുത്ത ക്വസ്റ്റ്യൻ, മഹാജനസഭ രൂപീകരിച്ച വർഷം. മഹാജനസഭ രൂപീകരിച്ച വർഷം. ഓപ്ഷൻ എ 1932, ഓപ്ഷൻ ബി 1934, ഓപ്ഷൻ സി 1936, ഓപ്ഷൻ ഡി 1938. ആൻസർ ഓപ്ഷൻ ഡി 1938. മഹാജനസഭ രൂപീകരിച്ചത് 1938. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതാര്? താഴെ പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തതാര്? ഓപ്ഷൻ എ NV ജോസഫ്, ഓപ്ഷൻ ബി PK കുഞ്ഞ്, ഓപ്ഷൻ സി P കൃഷ്ണപിള്ള, ഓപ്ഷൻ ഡി TM വർഗീസ്. ആൻസർ ഓപ്ഷൻ സി P കൃഷ്ണപിള്ള. അപ്പം നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആർക്കെന്ന് വെച്ചാൽ P കൃഷ്ണപിള്ളയ്ക്കാണ്. അപ്പം NV ജോസഫും PK കുഞ്ഞും TM വർഗീസും നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമുള്ള വ്യക്തികളാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്ത വ്യക്തിയായിരുന്നു വെച്ചാൽ P കൃഷ്ണപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രം. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രം. ഓപ്ഷൻ എ വന്ദേമാതരം, ഓപ്ഷൻ ബി സ്വാതന്ത്ര്യപുലരി, ഓപ്ഷൻ സി സുപ്രഭാതം, ഓപ്ഷൻ ഡി സ്വതന്ത്ര ഭാരതം. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സ്വതന്ത്ര ഭാരതം. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രമാണ് സ്വതന്ത്ര ഭാരതം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തതിൽ 1946 നടന്ന സമരങ്ങൾ ഏതൊക്കെ? താഴെ കൊടുത്തതിൽ 1946 നടന്ന സമരങ്ങൾ ഏതൊക്കെ? 1 കുട്ടംകുളം സമരം, 2 കരിവള്ളൂർ സമരം, 3 പുന്നപ്ര വയലാർ സമരം, 4 തോൽവിറക് സമരം. ഓപ്ഷൻ എ 2, 3, ഓപ്ഷൻ ബി 1, 2, 3, ഓപ്ഷൻ സി 3, 4, ഓപ്ഷൻ ഡി 1, 2, 3, 4. ആൻസർ ഓപ്ഷൻ ഡി. ഈ തന്നിരിക്കുന്ന എല്ലാ സമരങ്ങളും 1946 നടന്ന സമരങ്ങളാണ്. ഏതൊക്കെയാണ് 1946 നടന്ന സമരങ്ങൾ? കുട്ടംകുളം സമരം, കരിവള്ളൂർ സമരം, പുന്നപ്ര വയലാർ സമരം, തോൽവിറക് സമരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി. കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി.
ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ, ഓപ്ഷൻ ബി ശക്തൻ തമ്പുരാൻ, ഓപ്ഷൻ സി കുലശേഖരവർമ്മൻ, ഓപ്ഷൻ ഡി വിക്രമാദിത്യ വരഗുണൻ. ആൻസർ ഓപ്ഷൻ ഡി വിക്രമാദിത്യ വരഗുണൻ. അപ്പൊ കേരളത്തിലെ അശോകൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? വിക്രമാദിത്യ വരഗുണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ധർമ്മസംഘം രജിസ്റ്റർ ചെയ്ത വർഷം. ശ്രീനാരായണ ധർമ്മസംഘം രജിസ്റ്റർ ചെയ്ത വർഷം. ഓപ്ഷൻ എ 1914, ഓപ്ഷൻ ബി 1903, ഓപ്ഷൻ സി 1924, ഓപ്ഷൻ ഡി 1928. ആൻസർ ഓപ്ഷൻ ഡി 1928. ശ്രീനാരായണ ധർമ്മസംഘം രജിസ്റ്റർ ചെയ്തത് 1928. തുടർന്നും ഇതുപോലുള്ള ക്ലാസുകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യുക, പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ എഴുതി അറിയിക്കുകയും ചെയ്യുക. താങ്ക്